ഈ ദിനേശന് പറഞ്ഞു വെച്ചെടുത്ത് തന്നെ ആണ് തുടങ്ങാനുള്ളത്. കാരണം നമ്മൾ പിന്നെ KPSCയുടെ നാടകങ്ങളെക്കുറിച്ചൊക്കെ പറയും, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇത്രമേൽ ജനകീയമാക്കിയതൊക്കെ. പക്ഷെ അതിൻ്റെ ആ സന്ദേശം, അത് മുന്നോട്ട് വെച്ചിരുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം, ഒരു പിന്നെ ദുർബലപ്പെട്ട ഒരു ജനതയുടെ ഒരു വിമോചന സ്വപ്നങ്ങളും മറ്റുമായിരുന്നു. പക്ഷേ 80കളിലെത്തുമ്പോൾ ആ സ്വപ്നങ്ങൾ ഏതു രീതിയിൽ പോയി എന്നൊക്കെയുള്ള പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചില വായനകൾ കൂടി ആവശ്യമാണെന്നാണ് തോന്നുന്നത്. കാരണം 57-ലൊരു ഭൂപരിഷ്കരണം വരുന്നു, അതുണ്ടാക്കുന്ന വലിയ പ്രത്യാശകൾ ഉണ്ടായിരുന്നു. പക്ഷേ 80കളിലെത്തുന്നതോടുകൂടി ഇത് നേരെ തിരിഞ്ഞ മറ്റൊരു ദിശയിലേക്ക് പോവുകയാണ്. തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയൊരു സങ്കീർണമായിട്ടുള്ള സമസ്യയായിട്ട്. കാരണം നമുക്കൊക്കെ അറിയാൻ സാധിക്കും, നമ്മുടെ യൗവന സമയത്തൊക്കെ SSLC കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് ആളുകൾ താല്പര്യം എടുത്തത് പിന്നെ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്ററിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ. അന്നത്തെ 30 രൂപ 40 രൂപ ആയിരുന്നു എംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ വേതനമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗൾഫും കൊണ്ട് ശക്തി പ്രാപിക്കാത്തൊരു ഘട്ടം കൂടിയാണത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലുള്ള മലയാളിയുടെ ഈ തൊഴിലില്ലായ്മ പ്രശ്നങ്ങളൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇറങ്ങിയ വിജയനും ദാസനും ഒക്കെ ഉള്ളത് മലയാളി ഇത്രയേറെ നെഞ്ചേറ്റം കാരണം അന്നത്തെ രാഷ്ട്രീയ സമസ്യകളിലേക്കുള്ള, അത് പരിഹാസം മാത്രമല്ല, അത് പിന്നെ നിലനിൽക്കുന്ന ആ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള കൃത്യമായിട്ടുള്ള പിന്നെ സംഭവങ്ങളുണ്ട്. ഒരു പിന്നെ വലിയ പ്രതീക്ഷകളിൽ വരുന്നു, ആ പ്രതീക്ഷകൾ കുറേയൊക്കെ തകർന്നടിയുന്നു. പിന്നീടുള്ള ഒരു പ്രതിസന്ധി, ആ പ്രതിസന്ധിയോടൊക്കെ തീവ്രമായിട്ട് ആ സിനിമകളിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയ എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മലയാളി ആത്യന്തികമായിട്ട് എവിടെ നിൽക്കുന്നു, ഒരുപക്ഷെ ശ്രീനിവാസൻ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലൂടെ രൂപപ്പെട്ട ജനകീയ സിനിമകളൊക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ പറയാൻ ഭയങ്കര സംഭവങ്ങളാണെന്ന് പറയും, പക്ഷേ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, പാലക്കാട് 2 പേര് ഈ തല്ലിക്കൊല്ലപ്പെട്ടത്, അതൊന്നും നമ്മളത്ര ലളിതവൽക്കരിച്ച് കാണേണ്ട ഒരു സമസ്യയായിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങളോ മറ്റോ ഒന്നുമല്ല പ്രധാനം. ഒരു മനുഷ്യരെ, ഒരു അപരനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ മാറിയിട്ടുണ്ട്. അത് കേവലമായിട്ടുള്ള പാലക്കാടിൻ്റെ മാത്രം ഒരു സവിശേഷതയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കേരളത്തിലുടനീളം രൂപപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു അപരവൽക്കരണം, അതിനോടുള്ള പിന്നെ ഒരുതരം വെറുപ്പ്, ഇതൊക്കെ പിന്നെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലുണ്ട് എന്നത് നമ്മൾ ലളിതമായിട്ട് ഒരു നിർദ്ധാരണം ചെയ്യേണ്ട ഒരു സംഭവമല്ല. കുറേ കൂടി രാഷ്ട്രീയ പിന്നെ പ്രാധാന്യത്തോടു കൂടി അത് തിരിച്ചറിയണം എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം അടിയന്തരാവസ്ഥാനന്തരം ഉത്തരേന്ത്യയിലെ ഏറ്റവും പിന്നെ ദരിദ്രനാക്കപ്പെട്ട മനുഷ്യൻ പോലും രാഷ്ട്രീയ വിവേകത്തോടു കൂടി സമ്മതിദാനാവകാശം വിനിയോഗിച്ചപ്പം പ്രബുദ്ധ മലയാളി ആർക്കാണ് വോട്ട് ചെയ്തതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരവസ്ഥകൾ കൺമുന്നിൽ കണ്ടിട്ടും 30ഓളം യുവാക്കൾ പിന്നെ ചോദ്യം ചെയ്യപ്പെട്ട് പിന്നെ ഉരുട്ടിക്കൊല്ലലിന് ഒക്കെ പല ഘട്ടങ്ങളിലൂടെ പീഡനത്തിന് വിധേയമായ ഘട്ടത്തിലും മലയാളി ഏതർത്ഥത്തിലുള്ള രാഷ്ട്രീയ തിരിച്ചറിവ് ഉണ്ടാക്കിയതെന്നൊക്കെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആലോചിക്കുന്ന കുറേ കൂടി നന്നാവും. പക്ഷേ ശ്രീനിവാസൻ ചെയ്ത ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ദൗത്യം എന്നത് ഈ മലയാളിയുടെ പിന്നെ കപടമായിട്ടുള്ള രീതികളെ കുറേയൊക്കെ പൊളിച്ചെടുക്കാൻ, അതുകൊണ്ടാണ് അത്രയേറെ നമുക്ക് ചിരിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഉള്ളിലൊക്കെ ഇതുണ്ട്, നമ്മുടെ ഉള്ളിലൊക്കെ നമ്മൾ പുറമേക്ക് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും വൈജ്ഞാനികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ കുറേ മുമ്പിലാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്താണ് എന്നത് ഈ കഥാപാത്രം തളത്തിൽ ദിനേശൻ മുതലുള്ള എല്ലാ കഥാപാത്രങ്ങളിലൂടെ പിന്നെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആത്യന്തികമായിട്ട് നമ്മളതൊക്കെ തന്നെയാണ്. ആ യാഥാർത്ഥ്യം പക്ഷേ നമ്മൾ തിരിച്ചറിയാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെയും നമ്മൾ പിന്നെ പ്രകടിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒട്ടും മോശമല്ല നമ്മൾ. കാരണം അത്രയും പിന്നെ പിന്നെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ളൊരവസ്ഥയിലൂടെ ഒരു ലോകവും സാമൂഹ്യ ക്രമമൊക്കെ മാറുമ്പോൾ നമ്മൾ വളരെ വളരെ ഉപരിപ്ലവ ജീവികളായി തന്നെ നമ്മളുടെ ആ ഒരു എന്താ പറയുക, ഒരു പിന്നെ നമ്മൾ ഭയങ്കരന്മാരാണ് എന്ന തോന്നലോടുകൂടി വ്യവഹരിക്കുന്നു എന്നതാണ് ഒരു പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ നമ്മുടെ ഇപ്പോഴത്തൊക്കെ ഇടപെടലുകളും പ്രതികരണങ്ങളും അതിനോടുള്ള സമീപനങ്ങളൊക്കെ കാണുമ്പോൾ. കാരണം അത് എൻ്റെ ഉള്ളിൽ പോയി നോക്കിയാൽ മതി. നമ്മൾ എത്ര ഇതുണ്ടല്ലോ സ്ത്രീകളോടുള്ള നമ്മുടെ സമീപനത്തിൽ, പിന്നെ എതിർലിംഗങ്ങളോടുള്ള നമ്മുടെ സമീപനം, ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ വേറെ എവിടെയും പോകേണ്ട. സ്പെസിമെൻ ടെസ്റ്റുകൾ, അതിൻ്റെ ഉള്ളിൽ വരുന്ന കമൻറ്റുകൾ, നമ്മുടെ പ്രതികരണങ്ങളൊക്കെ വ്യക്തമാണ്. എത്രമാത്രം പിന്നെ അറപ്പുളവാക്കുന്ന രീതി, അത് കേവലമായിട്ടുള്ള വ്യാജ പ്രൊഫൈലിലൂടെ ഒന്നും അല്ല കേട്ടോ. വളരെ നമ്മൾ മാനിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള മനുഷ്യർ പോലും ചിലപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ഒന്നുണ്ട്. നമ്മളൊക്കെ നേരത്തെ പ്രസംഗിക്കുക പല പ്രസംഗങ്ങൾ 2 ഘട്ടമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പം വരുമ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മളെ അറിയാതെ പോലും അത്തരം പ്രയോഗങ്ങൾ ശരിയല്ല, ചെറ്റ എന്നത് ശരിയല്ല എന്നൊക്കെ നമ്മളെ തന്നെ നമ്മൾ തിരുത്തുന്നുണ്ട്.
പക്ഷേ എങ്കിൽ പോലും ആത്യന്തികമായിട്ട് ഇതൊക്കെയും ഭയങ്കര സംഭവമായിട്ട്, കാരണം ഒരു വിഭാഗത്തോട്, ഒരു സാമ്പത്തികമായി താഴെക്കിടയിലുള്ള മനുഷ്യരോട്, വിദ്യാഭ്യാസപരമായിട്ട് താഴെക്കിടയിലുള്ള മനുഷ്യരോടൊക്കെ നമ്മൾ പുലർത്തുന്ന രീതികൾ എന്ത് എന്നതൊക്കെ നമ്മൾ ഒന്നുകൂടി പിന്നെ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതിനെ ഞാൻ പറഞ്ഞ മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. കുറച്ച് ഇതേപോലുള്ള നല്ല ശ്രീനിവാസൻ സിനിമ കണ്ടാൽ മനസ്സിലാവും നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, നമ്മൾ വളർന്നിട്ടുണ്ടോ, ആ വളർച്ച ഉദ്ദേശിക്കുന്ന രീതിയിലാണോ എന്നൊക്കെ ഉള്ളത്. അല്ലാതെ വലതുപക്ഷത്തോടൊക്കെ പിന്നെ സമരസപ്പെടുന്ന ശ്രീനിവാസൻ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അതും ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ആ അർത്ഥത്തിലുണ്ട്, ഒന്നും ശരിയാവില്ല, ഒക്കെ കണക്കാണ് എന്ന് പറയുന്ന ഒരു മധ്യവർഗത്തിൻ്റെ വളരെ ബാലിശമായിട്ടുള്ള പ്രതികരണങ്ങളുണ്ട്. അതിനോടും അത്ര കണ്ടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ ആ വലതുപക്ഷവൽക്കരണത്തോടുള്ള ശ്രീനിവാസിൻ്റെ വിധേയത്വങ്ങളെ വിമർശിക്കുമ്പോൾ തന്നെ അതിലപ്പുറം ഒരു മാനവികമായിട്ട് നമ്മൾ മാറേണ്ടതിൻ്റെ, നമ്മുടെ മനുഷ്യരോടുള്ള നമ്മുടെ സമീപനങ്ങൾ മാറേണ്ടതിൻ്റെ, സ്ത്രീകളോടുള്ള നമ്മുടെ സമീപനങ്ങൾ മാറേണ്ടതിൻ്റെ, ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരോടുള്ള നമ്മുടെ സമീപനങ്ങൾ മാറേണ്ടതിൻ്റെ കൃത്യമായിട്ടുള്ള സന്ദേശമായി കൂടി ശ്രീനിവാസൻ ചിത്രങ്ങൾ മാറുകയാണ്, അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ മാറുകയാണ്. അത്തരം ഇത് സംഭവിച്ചു നോക്കുമ്പോൾ ആ തലത്തിലേക്ക് എടുത്തു വെക്കാനുള്ള ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതിനാണ് സത്യസന്ധമായിട്ട് മറുപടി. അവിടെയാണ് ശ്രീനിവാസൻ വിജയിക്കുന്നത്. നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട ജാവേദ്, ഇൻഗാസിൻ്റെ പ്രതിനിധിയാണ്, ജനറൽ സെക്രട്ടറിയാണ്. പ്രിയപ്പെട്ട ചാൾസ്, ജോർജ് ഓണക്കൂർ സാർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള അക്കാഫിൻ്റെ പ്രവർത്തകരെ, കലാസ്നേഹികൾ, ആശിക്കുന്ന കാലത്ത് വിളിച്ചിങ്ങനെ ഒരു അനുശോചന യോഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അതിൽ സംബന്ധിക്കണമെന്ന് തോന്നിയത്, ഞാനൊരു വലിയ സിനിമാ പ്രേമി ആയതുകൊണ്ടോ ശ്രീനിവാസൻ്റെ വലിയൊരു ആരാധകനായതുകൊണ്ടൊന്നുമല്ല, മറിച്ച് അദ്ദേഹം പൊളിച്ച കുറേ മിത്തുകളുണ്ട്. അതായത് സിനിമാ നടനാവണമെങ്കിൽ സൗന്ദര്യം വേണം, അതല്ലെങ്കിൽ ആകാര സൗഷ്ഠവം വേണം, വെളുത്തിരിക്കണം എന്നൊക്കെയുള്ള ആ ഒരു കുറേ മിത്തുകൾ പൊളിച്ച് സിനിമയിലേക്ക് കടന്നു വന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തോടൊരു വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആർക്കും എന്തുമാവാമെന്ന് നമ്മൾക്ക് തെളിയിച്ച് തന്ന, അതിനൊക്കെയാണ് നമ്മൾ ശരിക്കും വിപ്ലവം അതല്ലെങ്കിൽ മാറ്റം എന്നൊക്കെ പറയാം. അതല്ലാതെ കാലത്ത് വന്ന് മുദ്രാവാക്യം വിളിക്കൽ മാത്രമൊന്നുമല്ല. തൻ്റെ പ്രവൃത്തിയിലൂടെ ഇങ്ങനെ ഒരാൾക്കും അതാവാൻ പറ്റുമെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരാൾ. അങ്ങനെയുള്ളവരാണ് നമ്മുടെയൊക്കെ മാതൃകാ പുരുഷന്മാരെന്ന് പറയേണ്ടത് വരിക. കാരണം നമ്മുടെയൊക്കെ മനസ്സിലുള്ളൊരു സിനിമാ സങ്കല്പം, ഒരു നായക സങ്കല്പമൊക്കെ ഉണ്ട്. പ്രേം നസീറിനെയും മമ്മൂട്ടിനെയും അതല്ലെങ്കിൽ ജയനെയൊക്കെ കണ്ട് വളർന്ന നമുക്ക് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരാളെ എനിക്ക് തോന്നുന്നില്ല ഒരു നായകനായിട്ട് സങ്കല്പിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഇവരുടെയൊക്കെ സിനിമകളേക്കാൾ ഏറെ നമ്മൾ ആ സിനിമ ആസ്വദിച്ചു, നമ്മൾ ഇഷ്ടപ്പെട്ടു, നമ്മൾ കണ്ടു. നമ്മുടെ നേരത്തെ ജോർജ് ഓണക്കൂർ സാറ് അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ആ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓടി മറയുക. കാരണം മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങൾ മാത്രമേ ശ്രീനിവാസൻ നമുക്ക് തന്നിട്ടുള്ളൂ എന്നുള്ള മറ്റേ ഇതിലാണ് ഭാര്യയോടൊപ്പം നിന്ന് പൊക്കം. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അതിങ്ങനെ നിൽക്കുക. അദ്ദേഹം ആ സമയത്ത് കാലങ്ങ് പൊക്കിയത് നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ അത് മായാത്തൊരു ചിത്രമായിട്ട് നിൽക്കുക. അങ്ങനെ ഒരുപാട് അനശ്വര ചിത്രങ്ങൾ, അനശ്വര മുഹൂർത്തങ്ങൾ ഇങ്ങ് സംഭാവന ചെയ്ത ഒരു മഹത് വ്യക്തി. പലപ്പോഴും നമ്മൾ പറയും നികത്താനാവാത്ത നഷ്ടമെന്നൊക്കെ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നികത്താനാവാത്തൊരു നഷ്ടം തന്നെയാണ്. കാരണം ചിലപ്പോൾ ഒരു യുഗം കഴിയേണ്ടത് വരും. ഇതുപോലുള്ളൊരു യുഗപുരുഷൻ അതല്ലെങ്കിൽ ഇതുപോലുള്ളൊരു കലാകാരൻ വരാൻ ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. നടന്മാർ ഒരുപാട് നമ്മളുടെ ഇടയിലുണ്ട്, ഇഷ്ടംപോലെ നടന്മാരുണ്ട്. ഒരാൾക്ക് പകരം 100 പേരെ നമ്മൾക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ശ്രീനിവാസന് പകരം വേറൊരാളെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അവസാന കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ചിരികളൊക്കെ ഭയങ്കര രസം. എന്ത് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്തൊരു ചിരിയുണ്ട്, തന്നെ കൊച്ചാക്കിക്കൊണ്ടുള്ളൊരു ചിരി. മൊത്തം നമ്മളെയൊക്കെ അദ്ദേഹം കൊച്ചാക്കും ആ ചിരിയിലൂടെ. കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എന്ത് പറയുമ്പോൾ അയാൾ ചിരിക്കുന്ന ഒരു അവസ്ഥ. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവരും ഒരുപാട് പറഞ്ഞു. ഞാനും അവിടെ ഇരുന്ന് ഉറങ്ങിയ സമയത്തൊക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു.